നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്താ മോളെ, എന്തു പറ്റി? പ്ലീസ്, നിങ്ങളെ ഈ ചതി ചെയ്തത് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളല്ലേ. എന്റെ കുഞ്ഞിപ്പോ എന്റെ കൺമുന്നിലുണ്ട്. അവളെ എത്രയും വേഗം എന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. അവൾ ഇനി എനിക്ക് കൈവിട്ടു പോകരുത്. നിങ്ങൾ വിചാരിച്ചത് നടക്കും. അവളെ എന്റെ മകളാ. നിങ്ങളല്ലേ അവളെ കളയാൻ കൊണ്ടുപോയത്. നിങ്ങൾക്കറിയില്ലേ അവളിപ്പോ ആരുടെ കൂടെയാ ഉള്ളേന്ന്. എന്നിട്ടും നിങ്ങൾ അവളല്ലാന്ന് ഉറപ്പിച്ചു. ഇനി മതിയായില്ലേ? ഇനിയെങ്കിലും സത്യങ്ങൾ അവളോട് തുറന്നു പറഞ്ഞ് അവളെ എന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. ഞാൻ എല്ലാം അന്വേഷിച്ചു. നിന്റെ മകൾ തന്നെയാണ് അവൾ. മോളെ, നീ പറയുന്നതൊക്കെ ശരിയാണ്. നിനക്ക് കൈവിട്ടുപോയ മകൾ തന്നെയാണ് അവൾ. പക്ഷേ ഇപ്പോ ആ കുട്ടിക്ക് ബോധമില്ലാത്തൊരവസ്ഥയാണ്. അവർക്ക് കഴിഞ്ഞ കാലങ്ങളൊന്നും ഓർമ്മയില്ല. ഒരു അപകടത്തിൽപ്പെട്ട് അവളുടെ ബോധം നശിച്ചിരിക്കുകയാണ്. അതിന്റെ ചികിത്സയ്ക്കാണ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. പഴയ കാര്യങ്ങളൊന്നും അവൾക്ക് ഓർമ്മയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവൾ വിശ്വസിക്കണമെന്നില്ല. സാവധാനം നമുക്ക് അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവളെ കൂടെ കൂട്ടാം. പറ്റില്ല. ഇനിയും നിങ്ങൾ എല്ലാരും കൂടി എന്നെ പറ്റിക്കും. ഇനി ഒരു പരീക്ഷണത്തിന് ഞാൻ ഒരുക്കല്ല. എനിക്ക് എന്റെ മോളെ കിട്ടിയേ തീരൂ. അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഞാൻ എന്റെ ജീവൻ അവസാനിപ്പിക്കും. ഒരു തവണ ഞാൻ അതിന് ശ്രമിച്ച് പരാജയപ്പെട്ടതാ. ഇനിയും എനിക്കത് ചെയ്യാൻ ഒരു മടിയുമില്ല. പക്ഷേ എന്റെ മരണത്തിന് ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും. എനിക്ക് എന്റെ മോളെ കിട്ടിയേ തീരൂ. ഞാൻ എന്തായാലും ഡോക്ടറോടൊന്ന് സംസാരിക്കട്ടെ. നമുക്ക് സാവധാനം സംസാരിച്ചൊരു തീരുമാനമെടുക്കാം. നീ അവിവേകം ഒന്നും കാണിക്കരുത്. നിന്റെ മകളെയും കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. ശരി മോൾ. എന്താ മോളെ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഹേമേന്ദ്രൻ നിന്നോട് എന്തു കഥയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ സത്യത്തിൽ ഉണ്ടായത് ഇങ്ങനെയാ. ഭാഗ്യം കെട്ട ഒരു അമ്മയാ മോളെ ഞാൻ. ലോകത്തിലെ ഏറ്റവും ഭാഗ്യം കെട്ട ഒരു അമ്മ. ജനിക്കും മുമ്പേ മോളെ ഇല്ലാതാക്കാനായിരുന്നു അവരൊക്കെ കൂടി ആദ്യം നോക്കിയത്. അതിന് അഞ്ജന സമ്മതിച്ചില്ല. ജനിച്ചു കഴിഞ്ഞ ശേഷം ആ ജോലി എന്നെയാണ് ഏൽപ്പിച്ചത്. പക്ഷെ മോളുടെ മുത്തശ്ശന് എന്തോ അതിന് മനസ്സ് വന്നില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി ആരെയെങ്കിലും ഏൽപ്പിക്കാൻ എന്നോട് പറഞ്ഞു. ഞാനാണ് നിന്നെ സീതമ്മ ഏൽപ്പിച്ചത്. ആരാ ഈ സീതമ്മ? സീതമ്മയാണ് ഇത്രയും കാലം റാണിയെ വളർത്തിയത്. നിങ്ങളല്ലേ ഇവരെ റാണിയെന്ന് ആദ്യം വിളിച്ചത്? അതെ സാറേ, കണ്ടപ്പോ മഹാറാണിയെ പോലുള്ള ഒരു കുട്ടിയാണെന്ന് കരുതിയാ അങ്ങനെ വിളിച്ചത്. ഈ കുട്ടിയുടെ ശരിക്കുള്ള പേര് തന്നെ നിങ്ങൾ യാദൃശികമായി വിളിച്ചെന്നോ? ആരാ ഇതൊക്കെ വിശ്വസിക്കാൻ പോകുന്നേ? അവരെന്ത് പേരിട്ടാണ് വിളിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ സീതമ്മ ഇവളെ വിളിച്ചിരുന്ന പേര് റാണി എന്നാ. നിങ്ങൾ ഈ പറയുന്ന കഥകളൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞങ്ങൾ പറയുന്നതാണ് സാറേ സത്യം. വേണമെങ്കിൽ തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ പോലീസ് ഹേമേന്ദ്രൻ സാറിനെ ഒന്ന് വിളിച്ചു നോക്ക്. സാറിന്റെ അനിയത്തിയാണ് അഞ്ജന. പക്ഷെ ഈ കുട്ടിക്ക് ഒരു കാര്യം ഓർമ്മയില്ലല്ലോ. നോക്കൂ സർ, എന്റെ മോളുടെ ഫോട്ടോ ഈ ഫോണിലുണ്ട്. ഇതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയ കേസാണല്ലോ. ഒരു കാര്യം ചെയ്യാം, പോലീസിൽ അറിയിക്കാം. ശരി ഡോക്ടർ. നിങ്ങളിതൊക്കെ പോലീസിനോട് സംസാരിക്കും. സാറേ, 25 കൊല്ലമായിട്ട് ഈ കുഞ്ഞിനെ ഓർത്ത് തീ തിന്നുന്ന ഒരു അമ്മയാണിത്. അവരുടെ കണ്ണിയെന്നെ ഓർത്തെങ്കിലും സാറി മോളെ അവരോടൊപ്പം വിടണം. അതെങ്ങനെ ശരിയാവും? നാളെ ഈ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കൾ അന്വേഷിച്ചു വന്നാൽ എന്ത് ചെയ്യും?
യഥാർത്ഥ അമ്മ തന്നെയാണ് സാറെ വിളിക്കുന്നത്. എന്ന് താങ്കൾ പറയുന്നു. എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഒരു ബന്ധവുമില്ലാതെ ഒരു കുട്ടിയുടെ ഫോട്ടോ ഫോണിൽ സൂക്ഷിച്ചു വെക്കുമോ ആരെങ്കിലും? സാറ് പോലീസിൽ വിവരം അറിയിച്ചാൽ അവരെന്തായിരിക്കും ചെയ്യുക? ഏതെങ്കിലും റെസ്ക്യൂ ഹോമിൽ ഈ കുഞ്ഞിനെ കൊണ്ടാക്കും. അതിനേക്കാൾ ഭേദമല്ലേ അതിന്റെ അമ്മയോടൊപ്പം വിടുന്നത്? പോരാത്തതിന് ഇത് കമ്മീഷണർ പെങ്ങള് കൂടിയാണ്. ഈ കുട്ടിക്ക് ഒരു കുഴപ്പവും വരാതെ ഞങ്ങൾ നോക്കിക്കോളും. മാത്രമല്ല, ഓർമ്മ തിരിച്ചു കിട്ടുമ്പോ ആ കുട്ടി തന്നെ കാര്യങ്ങൾ തുറന്നു പറയുമല്ലോ. അതെ ഡോക്ടർ, ദൈവമായിട്ടാ എനിക്ക് എന്റെ മകളെ ഇവിടെ കാണിച്ചു തന്നത്. എനിക്ക് അവളെ കൊണ്ടുപോകണം സാറേ. ഇവര് കൊണ്ടുപോയിക്കോട്ടെ സാറേ. അനാവശ്യമായ തലവേദന നമ്മൾ എന്തിനാ എടുത്തു വെക്കുന്നത്? അത് ശരിയെന്ന് എനിക്കും തോന്നുന്നത്. നിങ്ങളപ്പുറത്തെ കമ്മീഷണറുടെ നമ്പറിങ് തന്നെ. സർ, The number you are trying to reach is currently switched off. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഫോണ് സ്വിച്ച് ഓഫ് ആണല്ലോ. എന്തെങ്കിലും മീറ്റിംഗിലോ മറ്റോ ആയിരിക്കും സാറ്. ഞങ്ങൾ രാത്രി തന്നെ വീട്ടിൽ പോയി കണ്ടോളാം. കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റിയ കഥയല്ല നിങ്ങൾ ഈ പറയുന്നത്. പിന്നെ സിസ്റ്റർ പറയുന്നത് പോലെ ഒരു തലവേദന എടുത്ത് തലയിൽ വെക്കാൻ ഞങ്ങൾക്കും താല്പര്യമില്ല. റാണിക്ക് ഇവരുടെ കൂടെ പോകുന്നതിൽ വിരോധമുണ്ടോ? കണ്ടോ, ആ കുട്ടിക്ക് ഒരു നിശ്ചയമില്ല. ഞാൻ പൊയ്ക്കോളാം. ഡോക്ടർ പറഞ്ഞ പോലെ എനിക്കെന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവരുടെ സംസാരം കേൾക്കുമ്പോ ഇവര് പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് തോന്നും. ഞാൻ പൊയ്ക്കോളാം. ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ. സിസ്റ്ററെ, ഇവരെ ഡിസ്ചാർജ് എഴുതിയേക്ക്. ശരി ഡോക്ടർ. ശരി എന്നാ. ഇവിടെ വെച്ച് ഇവരെ ഇങ്ങനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത് മഹാഭാഗ്യമാണ് മോളെ. കുട്ടിയെ കൊള്ളാവുന്ന ഒരു ആശുപത്രി കാണിക്കണം. ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടി എല്ലാവർക്കും സന്തോഷമാകുമ്പോ ഒരിക്കൽ ഞങ്ങളുടെ കുടിലേക്ക് വരണം. തീർച്ചയായും. ഓ എന്റെ മകൾ എങ്ങനെയാ അവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. ഭഗവാനെ, എന്നാലും അവളെ നന്നായി നോക്കി ഇവിടെ എത്തിച്ചു തന്നല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവ സഹായം. എന്നാ ഞങ്ങള് പൊയ്ക്കോട്ടെ റാണി. റാണി, മോൾ ഉറങ്ങിയോ? ഇല്ല, മോക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അമ്മയെ കണ്ടുമുട്ടണ്ടായിരുന്നില്ലെന്ന് മോളുടെ മനസ്സ് പറയുന്നുണ്ടോ? ഇങ്ങനെ ഒരു നരകത്തിലേക്കാ ഞാൻ വിളിച്ചോണ്ട് വന്നതെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? എവിടെ നിന്നാ വരുന്നേന്ന് അറിയാത്ത ഞാൻ എങ്ങനെ ഇതൊരു നരകമാണെന്ന് പറയാമേ? നിന്നെ കൊല്ലാൻ കൊടുത്ത അമ്മയാ ഞാൻ. അമ്മയല്ലല്ലോ അത് തീരുമാനിച്ചത്. അപ്പൊ പിന്നെ അങ്ങനെ തോന്നുന്നത് എന്തിനാ? എന്നാലും അതെല്ലാം കഴിഞ്ഞു പോയില്ലേ അമ്മ? ഇനിയിപ്പൊ അതേക്കുറിച്ചൊക്കെ ഓർത്തിട്ട് എന്തിനാ?
അതേക്കുറിച്ച് ഓർത്താ മോളെ അമ്മ ഇത്രയും കാലം ജീവിച്ചത്. നീ ജനിച്ച ഉടനെയുള്ള ഒരു നിലവിളി മാത്രമേ അമ്മയ്ക്ക് ഓർമ്മയുള്ളൂ. സ്വബോധത്തിലേക്ക് ഉണരുമ്പോ ജനിച്ചതൊരു ചാപിള്ളയായിരുന്നു എന്നാ അമ്മയോട് എല്ലാരും പറഞ്ഞത്. പക്ഷെ എന്റെ കുഞ്ഞിന്റെ കരച്ചിൽ ഞാൻ കേട്ടതാണല്ലോ എന്ന് അമ്മ കുറെ തർക്കിച്ചു, കരഞ്ഞു. എല്ലാവരും ഒരേ സ്വരത്തോടെ നീ മരിച്ചുപോയെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. നിന്നെ കൊല്ലാൻ കൊടുത്ത് അയച്ചിരിക്കായിരുന്നു എന്ന് അമ്മയ്ക്കൊന്ന് മനസ്സിലായതേ ഇല്ല മോളെ. അങ്ങനെയാണെങ്കിൽ തന്നെ അതുണ്ടായില്ലല്ലോ അമ്മ. ആ കുട്ടി ഞാനാണെങ്കിൽ അമ്മയുടെ മുന്നിൽ തന്നെ വീണ്ടും എത്താനുള്ള ഭാഗ്യം ഉണ്ടായില്ല എനിക്ക്. ശരിയാ, ഒരിക്കലും കാണരുതെന്ന് കരുതിയ കുന്തി ആദ്യ കുഞ്ഞിനെ ഒഴുക്കി വിട്ടത്. പക്ഷെ ജീവിതത്തിലെ നിർണായക ഘട്ടത്തിൽ ആ കുഞ്ഞ് തന്നെ കുന്തിക്ക് മുന്നിൽ സഹായമായിട്ട് വന്നില്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടമാണിത്. മരിക്കണോ ജീവിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള സന്ദർഭം. അവിടേക്ക് ജീവിക്കാനുള്ള തീരുമാനമായിട്ടാ മോളെ ദൈവം ഇവിടേക്ക് അയച്ചത്. അമ്മ വാ, കിടക്കാം. ഇന്ന് ഒരുപാട് സങ്കടപ്പെട്ടതല്ലേ, ഇന്നത്തേക്ക് മതി. അമ്മയുടെ സങ്കടം തുടങ്ങിയിട്ട് വർഷങ്ങളായി മോളെ. നിന്നെ ഗർഭിണിയായിരുന്ന സമയത്ത് അമ്മ ഏറെ സന്തോഷിച്ചിരുന്നു. നിന്നെ കാണുന്നതായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ കാത്തിരിപ്പ്. പക്ഷെ ദൈവം അതിന് സമ്മതിച്ചില്ല. ഒട്ടും ആഗ്രഹിക്കാതെ വയറ്റിലൂറിയ ഈ 2 മക്കളെയും കാണണമെന്ന് പോലും അമ്മ ആഗ്രഹിച്ചിട്ടില്ല. അതുപോലെ തന്നെയായി അവരുടെ ജീവിതവും. ഒരുപക്ഷെ അമ്മ കാണണമെന്ന് ആഗ്രഹിക്കാതെ ജനിച്ചതുകൊണ്ടാണ് അവരങ്ങനെ ആയതെങ്കിലോ? അവരെ അമ്മ മക്കളെ പോലെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരിങ്ങനെ ആവുമായിരുന്നില്ലെങ്കിലോ? എല്ലാവരിലും നല്ലതും ചീത്തയുണ്ടമ്മേ. അവരുടെ ചീത്ത ഭാഗം മാത്രം നമ്മൾ കാണുന്നതാണെങ്കിലോ? അമ്മ നോക്കിക്കോ, അവര് ശരിയായി വരും. ഞാൻ അവരെ ശരിയാക്കി എടുക്കും. അമ്മ ഒന്ന് കിടക്ക. പൂജമോൾ എഴുന്നേറ്റില്ലേ മോളെ? ആ, അത് ശരിയാണല്ലോ. അവളല്ലേ ആദ്യം അടുക്കളയ്ക്ക് വരാറുള്ളത്. രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും ചായ ഉണ്ടാക്കുന്ന മോളല്ലേ? ആ, അതിപ്പോ അർജുൻ ഇങ്ങനെ കിടക്കല്ലേ, അതാവും. ചെലപ്പോ അതാവും. എന്താ കനകച്ചി ഒരു ചെലപ്പോ? അയ്യോ, ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല മോളെ. ആ, എന്നാലും ആ ചെലപ്പോ എന്നുള്ള വാക്കിനൊരു വലിയ ഊന്നലുണ്ടായിരുന്നില്ലേ? അത് ആ, മോക്കൊന്നും തോന്നരുത്. കനകച്ചി പറ. ഇന്നലെ മധുമോൾ അങ്ങനെ പറഞ്ഞപ്പോ ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മധുമോള് പോയതിനു ശേഷം ഞാൻ ആ പറഞ്ഞതിനെ പറ്റി ആലോചിച്ചത്. മധുമോള് പറഞ്ഞതിലും കാര്യമില്ലേന്നൊരു തോന്നൽ. എന്നുവെച്ചാ പൂജമോള് പഴയതുപോലെ ഒരു കാര്യങ്ങളിലും ഇടപെടുന്നില്ലേന്നൊരു തോന്നൽ എനിക്കും ഉണ്ട്. അത് അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടാവണമെന്നില്ല. പിന്നെ അത് നമുക്കറിയില്ലല്ലോ മോളെ. ആരെങ്കിലും കൊണ്ടൊന്ന് നോക്കിച്ചാലോ? ജോത്സ്യനോ? അങ്ങനെ എന്തെങ്കിലും. ചിലപ്പോ പേടി തട്ടിയാലും ആളിന്റെ സ്വഭാവത്തിൽ മാറ്റം വരും. അങ്ങനെയാണെ നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നതല്ലേ ചേച്ചി നല്ലത്? അതൊന്നും എനിക്കറിയില്ല. എങ്ങനെയായാലും ആ പഴയ കളിയും ചിരിയും സ്നേഹവും ഒക്കെ പൂജമോക്ക് തിരിച്ചു കിട്ടിയാ മതി. എനിക്കത്രേ ഉള്ളൂ. എന്താ ഇന്ന് കാപ്പിയൊന്നും ആയില്ലേ? മോള് വന്നിട്ടാകാന്ന് വിചാരിച്ചു. അല്ല, എന്തിനാ എന്നെ കാത്ത് നിൽക്കുന്നേ? അല്ല, മോളല്ലേ എന്നും കാപ്പി ഇടാറുള്ളത്. അതിനൊക്കെയല്ലേ കാശ് കൊടുത്ത വേലക്കാരിയെ നിർത്തിയിരിക്കുന്നത്. വേലക്കാരിയോ? കനക പിന്നെ വേലക്കാരിയല്ലേ? അങ്ങനെയല്ല ചേച്ചി ഇവിടെ ആരും കണക്കാക്കുന്നത്. എന്ന് കരുതി വേലക്കാരി പിന്നെ വീട്ടുകാരിയാവോ? ദേ പൂജേ, ഇതിപ്പോ നീ 2ാമത്തെ തവണയാ. ഇവിടെ ആരും കനകേച്ചി പേരെടുത്ത് വിളിച്ചിട്ടില്ല, വേലക്കാരിയായിട്ട് കണക്കാക്കിയിട്ടുമില്ല.
കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെ ചേച്ചി ഇവിടെ എല്ലാരും കാണുന്നത്. അംഗത്തെ പോലെയല്ലേ? അംഗമൊന്നും അല്ലല്ലോ. അംഗം തന്നെയാണ്, അല്ലെങ്കിൽ അംഗത്തേക്കാൾ സ്ഥാനമുള്ള ഒരാളാ. എന്നാ പിന്നെ ആളുടെ സ്ഥാനത്തിരുന്നോട്ടെ. എന്നോട് കാപ്പിയിടാൻ കൽപ്പിക്കുന്ന എന്തിനാ? നിന്നോട് കാപ്പിയിടാനൊന്നും ഇവിടെ ആരും കൽപ്പിച്ചിട്ടില്ല. നീയാണത് സ്ഥിരമായിട്ട് ഇവിടെ ചെയ്യാറുള്ളത്, അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. ഓഹോ, അപ്പോ അടുക്കളയിലെ കാര്യത്തിൽ എനിക്കും കനകേച്ചിക്കും ഒരേ സ്ഥാനം. അയ്യോ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല പൂജേ. പിന്നെ എന്താ ഇപ്പൊ പറഞ്ഞതിനർത്ഥം? ദേ പിന്നെ മോളെ മിണ്ടാതിരിക്കേ. എന്തിനാ വെറുതെ തർക്കിക്കുന്നത്? കാപ്പി ഞാൻ ഇട്ടോളാം. അങ്ങനെ ഇപ്പൊ ആരും വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. പൂജേ, ഇങ്ങനൊന്നും സംസാരിക്കരുത് ചേച്ചിയോട്. പിന്നെ എങ്ങനെ സംസാരിക്കണം? കനകേച്ചിയുടെ മോശമായിട്ട് പെരുമാറിയതിന് മാപ്പ് പറ. അതെ, മാപ്പ് പറയാൻ മാത്രം എന്ത് മോശം വർത്താനാ ഞാൻ പറഞ്ഞത്? പൂജ, എന്താ അവിടെ? അച്ഛമ്മ, ഇത്രയും കാലം ഞാൻ തന്നെയല്ലേ ഈ കുടുംബത്തിലെ ജോലി മുഴുവൻ ചെയ്തിരുന്നത്? അത് രാവിലെ തന്നെ എല്ലാവർക്കും ചായയും കാപ്പിയും ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിനിപ്പോ എന്താ ഉണ്ടായത്? ഇപ്പോ അജുവേട്ടന്റെ കാര്യം കൂടി ഞാൻ തന്നെ വേണ്ടേ നോക്കാൻ? അതിനിടയിൽ ചായ ഇട്ടില്ലെന്ന് പറഞ്ഞ് അജുവേട്ടന്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അജുവേട്ടന്റെ അമ്മയെന്നോ? നീ പിന്നെ അർജുന്റെ അമ്മ തന്നെയല്ലേ മാധുരി? അമ്മേ, എന്നെ പൂജ ഇതുവരെ അങ്ങനെ കണ്ടിട്ടുണ്ടോ അമ്മേ? അമ്മ തന്നെ ആയിരുന്നില്ലേ ഞാൻ ഇവൾക്ക്? അതിപ്പോഴും അങ്ങനെ തന്നെയാ. ഒരു വാക്കിന്റെ മോളിൽ കയറി പിടിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കണോ മാധുരി? അപ്പൊ ഞാൻ സംസാരിക്കുന്നതാണോ അമ്മേ കുറ്റം? അല്ല, എല്ലാ കുറ്റം എന്റെയാ. ഞാൻ രാവിലെ കാപ്പി ഉണ്ടാക്കാത്തതാ ഏറ്റവും വലിയ കുറ്റം. സമ്മതിച്ചു അമ്മേ, പോരെ? അമ്മേ, എന്താ അമ്മ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? മതി, എല്ലാം ഒന്ന് നിർത്ത്. മോള് പോയി അർജുന്റെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാ നോക്ക്. ചെല്ല്, കാപ്പി കനക ഉണ്ടാക്കിക്കോളൂ. ആ മോള് ചെല്ല്. ഒരു വലിയ അപകടം കഴിഞ്ഞ് തിരിച്ചെത്തിയ കുട്ടികളാ അവര്. ചെറിയ കാര്യങ്ങൾക്ക് അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ നിൽക്കരുത് മാധുരി. അമ്മേ, ഞാൻ അവളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടൊന്നുമില്ല. കനകേച്ചിയുടെ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാ. അതൊക്കെ പോട്ടെ. മോളെ പോട്ടെ, കാര്യമാക്കാൻ നിൽക്കണ്ട. എനിക്കൊരു വിഷമവും ഇല്ല ചേച്ചി. നീ അത് വിടുകനകെ. നിന്നെ ആരെങ്കിലും ഈ വീട്ടിലെ വേലക്കാരിയായിട്ട് ഇന്നവരെ കണ്ടിട്ടുണ്ടോ? ഇവിടെ എന്നാ പോലും ചീത്ത വിളിക്കാൻ അർഹതയുള്ള ഒരാൾ നീ മാത്രമല്ലേ? അപ്പോ അത് കേട്ടപ്പോ എനിക്ക് സങ്കടം തോന്നിയില്ല മഹേശ്വരി അമ്മ. ഇപ്പൊ അത് ആലോചിച്ചപ്പോ ആ കുട്ടി ഇതുവരെ എന്നെ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴ് എനിക്ക് എന്തോ ചെറിയൊരു കുഴപ്പം അവളുടെ സ്വഭാവത്തിൽ വന്നു വിട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇതൊക്കെ. ഏതായാലും നമ്മുടെ അർജുന്റെ പൂജക്കുട്ടിയല്ലേ, നമ്മൾ അങ്ങ് ക്ഷമിച്ചല്ലേ പറ്റൂ. എന്താ ഇത്ര ക്ഷമിക്കാനുള്ള കാര്യമേ? ഓ, ഒന്നുമില്ല മധു. എന്തിനാ കനകച്ചി കരയുന്നത്? എന്തു പറ്റി? പൂജമോൾ എന്തോ പറഞ്ഞു, അത് അവൾക്ക് വിഷമമായി, അത്രേ ഉള്ളൂ. പൂജ എന്താ പറഞ്ഞേ? നീ അത് കാര്യമാക്കണ്ട. അവളുടെ സ്വഭാവത്തിൽ എന്തോ മാറ്റം ഉണ്ടമ്മേ, ഞാനത് നോട്ട് ചെയ്തോണ്ടിരിക്കുക. എന്താ കനകച്ചിയോട് അവള് പറഞ്ഞു? കനക ഇവിടുത്തെ വേലക്കാരിയല്ലേ എന്ന് പൂജ ചോദിച്ചു. അവൾ അങ്ങനെ ചോദിച്ചോ? അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അമ്മേ, പണ്ട് പ്രിയ കനകേച്ചിയെ വേലക്കാരത്തിന്ന് വിളിച്ചു എന്നും പറഞ്ഞ് എന്തൊക്കെ പുകില അവൾ ഉണ്ടാക്കിയത്? എന്നിട്ടിപ്പോ അവക്കങ്ങനെ വിളിക്കാം അല്ലേ? സാരമില്ല മധുമോളെ, അത് വിട്ടേക്ക്. ഇനി അതും പറഞ്ഞ് വിഷയം വലുതാക്കാൻ നിൽക്കണ്ട. അതങ്ങനെയല്ല കനകേച്ചി. പൂജ ആദ്യ കാലം മുതല് ഈ വീട്ടിൽ മകളെ പോലെ കണ്ട ഒരാളാ കനകേച്ചി. ഇത്രയും കാലം അവൾ അങ്ങനൊന്നും പെരുമാറിയിട്ടില്ലല്ലോ മധു. അതാണമ്മേ എന്റെ സംശയം. ഹണിമൂണിന് പോകുന്നു, ഒരപകടം പറ്റുന്നു, തിരിച്ചു വരുന്നു. അതിനുള്ളില് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയണ്ടേ? അമ്മ വന്നേ,
നമുക്കിപ്പൊ തന്നെ മാധുരി ചേച്ചിയെ കണ്ട് ഈ വിഷയം സംസാരിക്കാം. മാധുരി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവളുമായിട്ടാ പൂജ വഴക്കിട്ടത്. അമ്മ എന്താ ഈ പറയുന്നത്? മാധുരി ചേച്ചിയായിട്ട് പൂജ വഴക്കിട്ടുന്നോ? വഴക്കല്ല, പറഞ്ഞു വന്നപ്പം രണ്ടുപേരും എതിർത്ത് സംസാരിച്ചു. അമ്മേ, ഞാനും അമ്മയൊക്കെ പൂജയോട് കുറച്ച് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അത് മനസ്സിൽ വെച്ച് നമ്മളോട് അവള് തിരിച്ചു പെരുമാറിയ മനസ്സിലാക്കാം. പക്ഷെ കനകേച്ചി മാധുരി ചേച്ചിയൊക്കെ എല്ലാ കാലത്തും അവളെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. മതി, ഇനി ഇത് ചൊറിഞ്ഞു പുണ്ണാക്കണ്ട. നാളെ ഇതൊരു വലിയ വിഷയമായി മാറാതിരിക്കാനാ ഞാൻ ഈ പറയുന്ന അമ്മേ. അമ്മ വാ, നമുക്ക് മാധുരി ചേച്ചിയുടെ അടുത്ത് സംസാരിക്കണം. അതിനുശേഷം അരുണിമ ചേച്ചിയുടെ അടുത്ത് ഇതേപ്പറ്റി പറയണം. അർജുനും പൂജയായിട്ട് സംസാരിക്കാം. അരുണിമ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അറിയിക്കണോ മധു? ആദ്യം മാധുരി ചേച്ചി ഒന്ന് കാണട്ടെ. അമ്മ വാ. വാ അമ്മേ. ചേച്ചി, ഞങ്ങള് ചേച്ചിയെ കാണാൻ വരുമായിരുന്നു. പൂജയുടെ സ്വഭാവത്തിലുള്ള മാറ്റത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലേ മാധുരി ചേച്ചി? അപ്പൊ നിങ്ങൾക്കല്ലേ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ഇപ്പൊ എന്തായി? നേരിട്ട് അനുഭവിച്ചില്ലേ? എന്തു പറ്റി മാധുരി? നീ കാര്യം പറ, എന്താ ഉണ്ടായത്? വീണ്ടും പൂജയായിട്ട് വഴക്കിട്ടോ? പിന്നെന്താ? ഇപ്പൊ എന്തായി അമ്മേ? നമുക്ക് പരിചയമുള്ള പൂജയാണോ ഇത്? അമ്മ പറ. അപ്പൊ ഇത്രയും കാലം അവള് നമ്മുടെ മുന്നിൽ അഭിനയിക്കായിരുന്നല്ലേ? അതല്ലേ സത്യം? ഇല്ല മധു, പൂജയ്ക്ക് അങ്ങനെ അഭിനയിക്കാനൊന്നും അറിയുന്ന കുട്ടിയല്ല. പിന്നെ ഇപ്പൊ പെരുമാറിയതോ? അതിനൊരു മറുപടി നിങ്ങൾക്കുണ്ടോ? ഇല്ലല്ലോ. ആശ്രമത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് നീ പൂജയെക്കുറിച്ച് എന്തെങ്കിലും മോശം കേട്ടിട്ടുണ്ടോ? 3 വയസ്സുള്ളപ്പോ മുതൽ അവളെ വളർത്തിയ വിശ്വനാഥ സാറ് എപ്പോഴെങ്കിലും അവളെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്വഭാവദൂഷ്യമുള്ള കുട്ടിയാണെങ്കിൽ ആ ആശ്രമത്തിന്റെ സ്വത്ത് മുഴുവൻ വിശ്വനാഥ സാറ് അവളുടെ പേരിൽ എഴുതി വെക്കുവോ? പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം? അമ്മ അതിനുത്തരം പറ. ഞാനും ആലോചിക്കുന്നത് അതാ. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അവൾ ഇങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കമ്മീഷണർ വന്ന് അന്ന് നന്ദഗോപനെ പറ്റിയും അവന്റെ പഴയ ബന്ധത്തെ പറ്റിയും കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അതായിരിക്കുമോ കാരണം? അരുണിമ ചേച്ചിയായിട്ടുള്ള വിവാഹം കഴിഞ്ഞ ശേഷം നന്ദേട്ടന് ആ സ്ത്രീയായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നല്ലോ. പിന്നെന്താ? അവരായിട്ട് പിരിഞ്ഞു പോവുകയും ചെയ്തല്ലോ. അതല്ല മധു, മനസ്സിൽ വിഗ്രഹം പോലെ കൊണ്ടുനടന്ന അച്ഛനെ പറ്റി അങ്ങനെ കുറെ കഥകൾ കേട്ടതിന് ശേഷമാവുമോ അവൾ എങ്ങനെ ആയിട്ടുണ്ടാവുക? അമ്മ എന്ത് വർത്താനമ്മ ഈ പറയുന്നേ? അതിനുശേഷം പൂജ ഈ വീട്ടിലുണ്ടായിരുന്നല്ലേ? അപ്പോഴൊന്നും ഇല്ലാത്ത കുഴപ്പം ഇപ്പൊ എങ്ങനെ വന്നു? എന്റെ അഭിപ്രായത്തില് ആ അപകടത്തിന് ശേഷം എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുറപ്പാ. ഏതായാലും നമുക്ക് അരുണിമയോടും നന്ദനോടും കൂടി ഒന്ന് സംസാരിക്കാം. അവര് മോളിലില്ലേ? നീ കൂടെ വാ മാധുരി. അവരിവിടെ ഇല്ലമ്മേ. എങ്ങോട്ട് പോയി? അവര് രാവിലെ സൂര്യപ്രഭയിലെ സ്വാമിയെ കാണണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ഇത്ര നേരത്തെയോ? അതെ, അമ്പലത്തിൽ പോയി സ്വാമിയെ കണ്ടേ വരൂന്ന് പറഞ്ഞു. എന്നാ പിന്നെ അവര് തിരിച്ചു വരട്ടെ. അതുവരെ ഇതേപ്പറ്റി ഇവിടെ ആരും ഒന്നും സംസാരിക്കണ്ട.
സ്വാമിജി എന്താ ആലോചിക്കുന്നത്? മനുഷ്യ മനസ്സിനെ സ്വാമിജിയോളം മനസ്സിലാക്കിയിട്ടുള്ള അപൂർവ ആളുകളെ ഉള്ളൂ. പൂജയെ സ്വാമിജിക്ക് മുമ്പേ അറിയാവുന്നതല്ലേ? എന്താ സ്വാമി അവക്ക് പറ്റിയത്? അതിനു മുമ്പ് നിങ്ങൾക്ക് അവളിൽ എന്താണ് പ്രശ്നമായി തോന്നിയിട്ടുള്ളത് അത് പറയൂ. സ്വാമിക്കറിയാലോ ഞാനും പൂജമോളും എങ്ങനെയായിരുന്നു എന്ന്. അവളെന്റെ മകളാണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അവളെ ഞാൻ മകളായി അംഗീകരിച്ചതാണ്. എന്റെ ഓരോ ചലനവും അവള് തിരിച്ചറിയുമായിരുന്നു. എനിക്ക് വേദനിച്ചാലും ദേഷ്യം വന്നാലും ഒക്കെ അവളായിരുന്നു ആദ്യം മനസ്സിലാക്കുന്നത്. ഹണിമൂൺ യാത്രയ്ക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് വരെ അവളുടെ സ്വഭാവം പഴയതുപോലെ തന്നെയായിരുന്നു. നോക്കൂ നന്ദൻ, മനുഷ്യരുടെ പെരുമാറ്റത്തെ നിർണയിക്കുന്നതും നിയന്ത്രിക്കുന്നതും അവരുടെ മനസ്സാണ്. പൂജയുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവളുടെ മനസ്സിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതും കണ്ടെത്തേണ്ടതും. അതുണ്ട് സ്വാമിജി. പൂജയ്ക്കിപ്പോ ഞങ്ങളോടൊന്നല്ല, ആ വീട്ടിൽ ആരുമായിട്ടും വലിയ അടുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അർജുനോട് പോലും അവളൊരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിലാ പെരുമാറുന്നതെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. ആക്സിഡന്റിന് ശേഷം എന്തെങ്കിലും സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അരുണിമ തന്നെ കാലങ്ങളോളം ഒരു ഓർമ്മയില്ലാതെ ജീവിച്ചതല്ലേ. ഇത് സ്വയമേ ഓർമ്മയില്ലായികയല്ല, പരിചയമില്ലാത്ത ഏതോ സ്ഥലത്ത് വന്ന് പെട്ടതുപോലെയാ ചില സമയത്തെ അവളുടെ പെരുമാറ്റം. തികച്ചും മറ്റൊരാളെ പോലെയാണ് അവള് പലപ്പോഴും പെരുമാറുന്നത് സ്വാമിജി. ആക്സിഡന്റിന് ശേഷം കുറച്ചു ദിവസം കഴിഞ്ഞാ അവളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. വോക്കൽ കോഡിന് എന്തോ പറ്റി ശബ്ദം മാത്രം മാറിപ്പോയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ശബ്ദത്തോടൊപ്പം ആറ്റിറ്റ്യൂഡും സ്വഭാവവും എല്ലാം മാറിപ്പോയിരിക്കുക. പൂജമോൾ ഒരിക്കലും പെരുമാറുന്ന രീതിയിലല്ല പലപ്പോഴും അവളുടെ പെരുമാറ്റം. എനിക്ക് മനസ്സിലായി. അവള് പഴയ രീതിയിൽ പെരുമാറി തുടങ്ങിയാൽ തന്നെ വീട്ടിലെ അന്തരീക്ഷത്തിന് വലിയ മാറ്റം തന്നെ വരും സ്വാമി. ആ കുട്ടിയുടെ മനസ്സറിയാനാണ് അന്ന് ഞാൻ ശ്രമിച്ചത്. പക്ഷേ അത് മനസ്സിലാക്കിയിട്ടെന്ന പോലെ അവള് ആ സന്ദർഭത്തേക്ക് മറികടന്നു. അന്ന് ധ്യാനമുറിയിലേക്ക് പൂജയും കൂട്ടി ഞാൻ പോകുമ്പോ ആ കുട്ടി ബോധം കിട്ടി താഴെ വീണു. അതൊരു നാടകമാണെന്ന് അന്നേ എനിക്ക് മനസ്സിലായി.